വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. അപ്പോൾ ഇന്ന് നമ്മൾ മൊട്രോള എഡ്ജ് 50 അൾട്ര എന്ന് പറയുന്നതിൻ്റെ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് ഓൺലൈനാണ് ഈ ഫോൺ കൂടുതൽ വിൽറ്റയിക്കപ്പെടുന്നത്, ഓഫ്ലൈന് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ ഒരു മൊട്രോളയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രകൃതി സ്നേഹമുള്ള, നമ്മളെ എൻവിറോൺമെൻറ്റിനോട് അത്രയും സ്നേഹമുള്ള ഒരു കമ്പനിയാണ് മൊട്രോള എന്ന് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. കാരണം അതിൻ്റെ ബോക്സിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പ്ലാസ്റ്റിക് ലാമിനേഷൻ പോലും ഈ മൊട്രോള എന്ന് പറയുന്ന കമ്പനി കൊടുക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും മനസ്സിലാവും. ഓഫ്ലൈനാണ് ഇത്, നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ ലഭിക്കില്ല. എന്നാൽ കോഴിക്കോട് ചില ഷോപ്പുകളിലൊക്കെ നമുക്ക് ഓഫ്ലൈനായിട്ട് അത്തരം ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഉണ്ടോ, നിങ്ങൾ ബോക്സിനകത്ത് കിടക്കുന്നത് ഒരു കേസ് കിടക്കുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കേസ് കിടക്കാനാണ് സാധ്യത. അതെ, കേസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവറിലൊന്നല്ല കേസ് വന്നിരിക്കുന്നത്, പേപ്പർ കവറിനകത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ പ്രകൃതി സ്നേഹം അങ്ങേയറ്റം കൂടുതലാണ്. പിന്നെ സ്മെല്ല് ഒരു രക്ഷയില്ലാത്ത, ഇത് ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അത്തറിൻ്റെ ഒരു സ്മെല്ലാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ സ്പ്രേയുടെ ബോട്ടിൽ തുറന്ന ഒരു ഫീലിംഗ് ആണ്. പിന്നെ അതിനകത്ത് ചെറിയൊരു ബോക്സ് നമ്മൾ കണ്ടു, ഒരു ബോക്സല്ല, ഒരു പൗച്ച്, ഒരു ഫൈബറിൻ്റെ ഒരു പൗച്ചാണ്. പിന്നെ അതേപോലെ തന്നെ ഫോണും അതേപോലെ തന്നെ പേപ്പറിനകത്താണ് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ പ്ലാസ്റ്റിക് കവറിനകത്തൊന്നല്ല കവർ ചെയ്ത് വന്നിരിക്കുന്നത്, പേപ്പറിനകത്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഒരു രക്ഷയില്ലാത്ത ഡിസൈനിങ് തന്നെയാണ് ബ്ലാക്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബോക്സും കാര്യങ്ങളൊക്കെ ഒരു സാധനം, പ്ലാസ്റ്റിക് എന്നൊരു സാധനം ഇതിനകത്ത് ഇല്ല. എനിക്ക് തോന്നുന്നു മൊട്രോളയുടെ അത്രയും മാനേജ്മെൻറ്റ് ടീം അത്രയും എൻവിറോൺമെൻറ്റിനോട് പ്രകൃതി സ്നേഹം അത്ര കൂടുതൽ ആളാണെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല. ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് കാണാൻ പറ്റില്ല. അതേപോലെ കിടിലൻ സ്മെല്ലുമാണ് ഇതിനകത്ത്. പിന്നെ അതേപോലെ ചാർജർ നമുക്ക് നോക്കുകയാണെങ്കിൽ 125 വാട്ട്സിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഫുൾ ചാർജ് ആവും. അത്രയും ചാർജിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു ചാർജറാണ് കൊടുത്തത്. അതേപോലെ സി ടൈപ്പ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സി ടൈപ്പ് കേബിൾ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ഹെവി ആയിട്ടുള്ള ചാർജർ തന്നെ, 125 വാട്ട്സിൻ്റെ ചാർജർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെയിറ്റും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 50 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത നല്ല രീതിയിലുള്ള ഡിസ്പ്ലേയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടച്ചസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ OLED കളേഴ്സാണ്. 2500 നിറ്റ്സാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത്. അതേപോലെ 6 ഇഞ്ച് സൈസാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഗൂഗിളിൻ്റെ ഒക്കെ ഒരു ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. പിന്നെ 197 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. നമ്മൾ ഫിംഗറും കാര്യങ്ങളൊക്കെ സെൻറ്ററിലാണ് കറക്റ്റ്. ഇത് നല്ല രീതിയിലുള്ള ഒരു അലൈൻമെൻറ്റ്. അതേപോലെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സ്വിച്ചസ്, സ്പീക്കേഴ്സും അതോടൊപ്പം തന്നെ പിറകിലും 2 വശത്തും രണ്ട് സ്പീക്കേഴ്സും നല്ല രീതി ടോട്ടൽ 4 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 4 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 30 അതേപോലെ 60 FPS നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നല്ല രീതിയിലുള്ള സൂമിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഈ ഒരു ക്യാമറയുടെ ഭാഗത്ത് ഒരു ഗ്ലേസിങ്ങും അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ഒരു മാറ്റ് ഫിനിഷിങ്ങും അതോടൊപ്പം തന്നെ മൊട്രോള എന്നുള്ള ഒരു M-ൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഫ്രണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 64 MBയുടെ 50 MBയുടെ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ക്രീനിലെ ടച്ചസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അലൈൻമെൻറ്റ് ജസ്റ്റ് കറക്റ്റ്. സാധാരണ രീതിയിൽ കുറച്ച് താഴെ ഈ ഭാഗത്താണ് കാണാറ്, എന്നാൽ കുറച്ചുകൂടി മുകളിലോട്ട് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് സിംഗിൾ ഹാൻഡിലിങ് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജസ് കാര്യങ്ങളൊക്കെയാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള എഡ്ജസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ അത്യാവശ്യത്തിനുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല, കണ്ടമാന സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഗൂഗിൾ അസിസ്റ്റൻറ്റ്, കലണ്ടർ, ക്രോം, ഡ്രൈവ്, അതേപോലെ ഫയൽസ്, അതേപോലെ ഗാലറി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടില്ല. ഗാലറിയൊക്കെ ഫയൽസിനകത്ത് കൂടി നമ്മൾ ആൽബംസ് ഗാലറിയൊക്കെ നമ്മൾ ആ ഫയൽസിനകത്ത് കൂടി നമ്മൾ പോകണം. ഫൈൻഡ് ഡിവൈസ്, ഫിറ്റ്ബിറ്റ്, ഡെയിലി എക്സസൈസ് കാര്യങ്ങൾ, അതേപോലെ ഗൂഗിൾ വൺ, ഗൂഗിൾ TV, ജിപേ, ഹോം, മാപ്സ്, മീറ്റ്, ഫോട്ടോസ്, അങ്ങനെ ഗൂഗിളിനകത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ അതൊക്കെ മൊത്തമായിട്ട് ഇതിനകത്ത്
വലിച്ചു കയറ്റിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മൊട്ടറോളയുടെ കുറേ ഡിവൈസ് ഹെൽപ്പ്, അതേപോലെ ഡോൾബി അറ്റംസ്, ഫാമിലി സ്പേസ്. നമ്മുടെ ഫാമിലി സ്പേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിനകത്ത് പ്രത്യേക ഒരു ഫാമിലി സ്പേസ് ആയിട്ട് ചെയ്യാൻ പറ്റും അത്തരം കാര്യങ്ങൾ. ഗെയിംസ്, അതേപോലെ മോട്ടോയുടെ നോട്ട്സ് കാര്യങ്ങൾ, മോട്ടോ സെക്യൂർ, മോട്ടോ അൺപ്ലഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, സ്ക്രീനി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന അത്തരത്തിലുള്ള കുറേ സ്മാർട്ട് കണക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ, ഗാലറിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത്. ഇത്രയും സോഫ്റ്റ്വെയർ മാത്രം തന്നെയാണ് കാര്യമായിട്ട് ഇതിനകത്ത് വരുന്നത്, വേറെ ഒന്നും കാര്യമായിട്ട് വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഹോം സ്ക്രീനകത്ത് നമുക്ക് ഷോർട്ട് കട്ട്സ് കീ ഒക്കെ ഈ രീതിയിൽ നമ്മളിപ്പോൾ സാധാരണ ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകളിലൊക്കെ കാണുന്ന രീതിയിലൊരു ടൈപ്പാണ്. ഡോൾബി അറ്റംസ്, ഫാമിലി സ്പേസ്, പവർ ഷെയറിങ്, അതേപോലെ സ്ക്രീൻ റെക്കോർഡ്, സ്ക്രീൻ ഷോട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു തെങ്ങ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ തെങ്ങിലെ തേങ്ങയാണ് നമ്മൾ ലക്ഷ്യം. തേങ്ങയൊക്കെ നമുക്ക് ഒരു 25x പക്കയായിട്ട് വളരെ വെളിച്ചിലടക്കം കിട്ടുന്നുണ്ട്. അപ്പം വളരെ ക്ലാരിറ്റിയോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 100x എന്ത് കിട്ടും നോക്കാം. ഹൺഡ്രഡ് എക്സ് നമുക്ക് എന്താകില്ല. 100x ഇല്ലേ ഈ തെങ്ങിൻ്റെ മുകളിൽ, അതിൻ്റെ ഈ അപ്പുറത്തെത്തുന്നുണ്ട് 100x അല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൂമിങ്, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റിയുള്ള കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് വീഡിയോസിൻ്റെ ക്ലാരിറ്റി. ഇനി നമുക്ക് വീഡിയോസ് എത്ര വരെ സൂം ചെയ്യാൻ പറ്റും നോക്കാം. വീഡിയോയിൽ നമുക്ക് 20x വരെയാണ് സൂം ചെയ്യാൻ സാധിക്കുക. പൊതിപ്പുണ്ട്, തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് പിടിക്കാം. ട്വൻറ്റി എക്സിൽ തെങ്ങിൻ്റെ മുകളിൽ കൊതുമ്പിൽ വരെ, മട്ടലെ കൊതുമ്പിലൊക്കെ 16.3x നമുക്ക് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഫ്രണ്ട് ക്യാമറയാണ് ചെക്ക് ചെയ്യുന്നത്. 60 MB ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള വിസിബിലിറ്റിയുള്ള വീഡിയോസ്, അത്യാവശ്യം സ്റ്റെബിലിറ്റിയുള്ള അടിപൊളി. നമ്മളെ റിയർ ക്യാമറയെക്കാട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ യൂസർ റിവ്യൂ ആണ് ചെയ്യുന്നത്. കുറച്ച് കയ്യിൽ വെച്ചതിന് ശേഷം, കുറച്ച് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.